ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 13. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ. ശ്ലോകം 3. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രജ്ഞയോ ജ്ഞാനം യത്തജ്ഞാനം മദം മമ. വിവർത്തനം. ഹേ ഭാരതവംശജ, സർവശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ഇതാണ് എൻ്റെ അഭിപ്രായം. ഭാവാർത്ഥം: ശരീരം, അതിൻ്റെ ജ്ഞാതാവ്, ജീവാത്മാവ്, പരമാത്മാവ് ഇവയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ 3 വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഈശ്വരൻ, ജീവസത്ത, ജഡപദാർത്ഥം. ഓരോ ക്ഷേത്രത്തിലും അഥവാ ഓരോ ശരീരത്തിലും 2 തരത്തിലുള്ള ആത്മാക്കളുണ്ട്: വ്യക്തിഗത ആത്മാവും പരമാത്മാവും. ഭഗവാൻ കൃഷ്ണന്റെ സമഗ്ര രൂപ വിസ്തരണമത്രേ പരമാത്മാവ്. ഞാനും ക്ഷേത്രജ്ഞനാണ്. എന്നാൽ വ്യക്തിഗതനായ ശരീരജ്ഞാതാവല്ല ഞാൻ, പരമജ്ഞാതാവാണ്. പരമാത്മരൂപേണ എല്ലാ ശരീരങ്ങളിലും ഞാൻ വാഴുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നതനുസരിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നവർക്ക് ജ്ഞാനം നേടാൻ കഴിയും. ഓരോ ശരീരത്തിലും കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞൻ ഞാനാണ് എന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് സ്വശരീരത്തെക്കുറിച്ച് മാത്രമേ അറിയൂ. മറ്റുള്ളവരുടെ ശരീരത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. സർവശരീരങ്ങളിലും പരമാത്മാവായി വാഴുന്ന ഭഗവാനാകട്ടെ എല്ലാ ശരീരങ്ങളെക്കുറിച്ചും തികച്ചും അറിയാം. എല്ലാവിധ ജീവജാലങ്ങളുടെയും നാനാവിധ ശരീരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് പൂർണ്ണമായ അറിവുണ്ട്. ഒരു പൗരന് തൻ്റേതായ ഭൂമിയെക്കുറിച്ച് മാത്രം അറിയാം. ഒരു രാജാവിനാകട്ടെ സ്വന്തം അരമനയെപ്പറ്റി മാത്രമല്ല, ഓരോ പൗരന്മാരുടെയും വസ്തുവകകളെപ്പറ്റിയും അറിവുണ്ട്. ഒരാൾക്ക് തൻ്റേതായ ശരീരത്തിൽ ഉടമാവകാശമുണ്ട്. എന്നാൽ സർവ ശരീരങ്ങളുടെയും ഉടമസ്ഥൻ ഭഗവാൻ മാത്രമാണ്. മൗലികമായി രാജ്യാവകാശം രാജാവിൻ്റേതാണ്. പ്രജകൾ രണ്ടാമതായേ ഉടമകളാകുന്നുള്ളൂ. അതുപോലെ ഭഗവാനാണ് സർവശരീരങ്ങൾക്കും സർവാധികാരി. ഇന്ദ്രിയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ശരീരം. ഭഗവാൻ ഹൃഷികേശൻ അഥവാ ഇന്ദ്രിയങ്ങളുടെ നിയന്താവാണ്. രാജ്യത്തെ സർവപ്രവർത്തനങ്ങളും മൗലികമായി രാജാവിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്നത് പോലെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് സർവശരീരങ്ങളിലും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. പൗരന്മാർ രണ്ടാമതേ നിയന്താക്കളാകുന്നുള്ളൂ. ഞാനും ക്ഷേത്രജ്ഞനാണ് എന്ന് ഭഗവാൻ പറയുന്നു. സർവജ്ഞാതാവെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തിഗതനായ ആത്മാവിന് തൻ്റേതായ ശരീരത്തെ മാത്രമേ അറിയാൻ കഴിയൂ. വേദങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ക്ഷേത്രാണി ഹി ശരീരാണി ബീജം ചാപി ശുഭാശുഭേ താനി വേത്തി സ യോഗാത്മാ തദ ക്ഷേത്രജ്ഞ ഉച്യതേ. ക്ഷേത്രമെന്ന് പറയപ്പെടുന്ന ഈ ശരീരത്തിൽ അതിൻ്റെ ഉടമയായ ജീവാത്മാവും ശരീരത്തെയും അതിൻ്റെ ഉടമയെയും അറിയുന്ന ഭഗവാനും വാഴുന്നു. അതുകൊണ്ട് ഭഗവാൻ സർവക്ഷേത്രങ്ങളുടെയും ക്ഷേത്രജ്ഞൻ എന്നറിയപ്പെടുന്നു. കർമ്മങ്ങളുടെ മണ്ഡലം, കർമ്മജ്ഞാതാവ്, സകല കർമ്മങ്ങളുടെയും പരമജ്ഞാതാവ്, ഇവയ്ക്കുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ഇനി വിവരിക്കാം. ശരീരത്തിൻ്റെയും വ്യക്തിഗതാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഘടനയെക്കുറിച്ചുള്ള അറിവിനെയാണ് വൈദിക സാഹിത്യം ജ്ഞാനമെന്ന് നിർവചിക്കുന്നത്. കൃഷ്ണന്റെ അഭിപ്രായം അതാണ്. ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒരേ സമയം ഒന്നായും വിഭിന്നമായും മനസ്സിലാക്കുകയാണ് അറിവ്. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും അറിയാത്തവരുടെ ജ്ഞാനം വികലമാണ്. പ്രകൃതിയെക്കുറിച്ചും ആ പ്രകൃതിയെ ആസ്വദിക്കുന്ന പുരുഷനെക്കുറിച്ചും പ്രകൃതിയെയും വ്യക്തിഗത ആത്മാവിനെയും ഭരിക്കുന്ന അഥവാ നിയന്ത്രിക്കുന്ന സർവജ്ഞാതാവായ ഈശ്വരനെക്കുറിച്ചും ഒരാൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവയുടെ വ്യത്യസ്ത ധർമ്മങ്ങളെ തെറ്റിദ്ധരിച്ചുകൂടാ. ചിത്രകാരൻ ചിത്രഫലകം, ചിത്രം എന്നിവയെ അതാതു നിലയിൽ തന്നെ കാണാൻ കഴിയണം. പ്രകൃതി എന്നാൽ കർമ്മക്ഷേത്രമായ ഭൗതിക ലോകവും ആ പ്രകൃതിയെ അനുഭവിക്കുന്ന വ്യക്തിജീവാത്മാവും രണ്ടിൻ്റെയും പരമനിയന്താവ് ഭഗവാനുമാണ്.
ശ്വേതാശതരോപനിഷത്ത് 1:12 വൈദിക ശൈലിയിൽ പറയുന്നു: ഭോക്താഭോഗ്യം പ്രേരിതാരം ച മത്തു സർവം പ്രോക്തം ത്രിവിധം ബ്രഹ്മമേതത്. ബ്രഹ്മത്തെക്കുറിച്ച് പൊതുവെ 3 ധാരണകളുണ്ട്. കർമ്മക്ഷേത്രം എന്ന നിലയിൽ പ്രകൃതി ബ്രഹ്മനാണ്. ജീവനും വ്യക്തിഗതനായ ജീവാത്മാവ് ബ്രഹ്മൻ തന്നെ. അത് ഭൗതിക പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കുന്നു. ഇവ രണ്ടിൻ്റെയും നിയന്താവും ബ്രഹ്മൻ തന്നെ. എന്നാൽ അദ്ദേഹമത്രേ യഥാർത്ഥ നിയന്താവ്. ഈ 2 ജ്ഞാതാക്കളിൽ ഒരാൾക്ക് പിഴ പറ്റാവുന്നതാണ്, മറ്റേയാൾക്ക് ഒരിക്കലും പിഴ പറ്റുന്നതല്ല. ഈ അധ്യായത്തിൽ ഇതും വിവരിക്കുന്നതായിരിക്കും. ഒരാൾ ആശ്രിതനാണെങ്കിൽ മറ്റേയാൾ മേധാവിയാണ്. ഈ ക്ഷേത്രജ്ഞന്മാർ 2 അല്ല, 1 തന്നെയാണെന്ന് കരുതുന്നവർ ഞാനും കർമ്മക്ഷേത്രത്തിൻ്റെ ജ്ഞാതാവ് തന്നെ എന്ന ഭഗവദ്വചനത്തിനു വിരുദ്ധമായാണ് മനസ്സിലാക്കുന്നത്. കയറു കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ അജ്ഞാനികൾ തന്നെ. വ്യത്യസ്ത രീതിയിലുള്ള ശരീരങ്ങളുണ്ട്. അവയ്ക്ക് വ്യത്യസ്തരായ ഉടമസ്ഥന്മാരുമുണ്ട്. വെവ്വേറെ ശരീരങ്ങളുള്ള ഓരോ ജീവനും ഭൗതിക പ്രകൃതിയെ നിയന്ത്രിക്കാൻ തനതായ തോതിൽ കഴിവുണ്ട്. സർവനിയന്താവെന്ന നിലയിൽ ഭഗവാനും ആ ശരീരങ്ങളിൽ കുടികൊള്ളുന്നുണ്ട്. ശരീരങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ച എന്ന വാക്ക് ഇവിടെ പ്രാധാന്യമുള്ളതാണെന്നാണ് ശ്രീ ബലദേവ വിദ്യാഭൂഷണന്റെ അഭിപ്രായം. വ്യക്തിഗത ജീവാത്മാവിനു പുറമേ എല്ലാ ശരീരങ്ങളിലും വാഴുന്ന ആ പരമാത്മാവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. കർമ്മക്ഷേത്രങ്ങളുടെയും അണുമാത്രനായ ആസ്വാദകന്റെയും നിയന്താവ് പരമാത്മാവാണെന്നും കൃഷ്ണൻ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.